ഹലോ ഫ്രണ്ട്സ്, ദ വിച്ച് എപ്പിസോഡ് 2 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ച ഒരു സീൻ തന്നെ ദോജിൻ കിമ്മിനോട് ഈ വിച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നതും പിന്നീട് കാണിക്കുന്നതും മിജു അങ്ങനെയായിരിക്കും. ഇവൾ ഇംഗ്ലീഷിലൊക്കെ നല്ല കഴിവുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കൊറിയയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇടയിൽ ഈ വിച്ച് എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ ഇവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഉൾവലിഞ്ഞ് ഇതുപോലെ ഒറ്റയ്ക്കുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ചില സമയത്ത് ഞാൻ ട്രാപ്പായി പോയതാണോ എന്നടക്കം ഞാൻ ചിന്തിക്കാറുണ്ട്. ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഞാൻ ഓക്കെയാണെന്നൊക്കെ സ്വയം പറയാറുണ്ടെങ്കിലും ഞാൻ ഓക്കെ ആവില്ല എന്നിവൾ പറയുന്നതിലൂടെയാണ് എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നെ പറ്റിയുള്ള ഈ അസാധാരണ സംഭവങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയതല്ല, ചെറുപ്പത്തിലേ തുടങ്ങിയതാണെന്ന് പറഞ്ഞ് ഇവൾ കളിക്കുന്ന ടൈമിൽ ഒരു കുട്ടി വന്നിട്ട് ഇവളോട് ജസ്റ്റ് തല്ലുകൂടുന്നതും ആ കുട്ടി അപ്പം തന്നെ ഒരു വലിയ കുഴിയിലേക്ക് അവിടെ വീണ് പരിക്കേൽക്കുന്നുണ്ട്. അതുപോലെ ഒരു ബോയ് ഇവളെ പ്രപ്പോസ് ചെയ്തിട്ട് കുറേ ക്യാൻഡീസ് ഒക്കെ കൊടുത്തു പോകുമ്പോൾ അവൻ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവൾക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്നത് ഇവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഇതൊരു കോയിൻസിഡൻസ് ആണെന്നാണ് വിചാരിച്ചിരുന്നതെന്ന് പറയുന്നതും പിന്നീട് ചർച്ചിൽ വെച്ചിട്ട് ഇവൾ ഇന്നൊരു ബോയിനെ കാണാറുണ്ട്. അത്യാവശ്യം പഠിക്കുന്ന ഒരു ടോപ്പർ ആയിരിക്കട്ടെ ആൾ. ഈ പയ്യനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ദോജിൻ്റെ ഫ്രണ്ട് ഇവനോട് പറഞ്ഞത്. ഈ പയ്യനും ഇവളോട് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചർച്ചിൽ നിന്ന് പോകുന്ന ടൈമിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്, സോളിലേക്ക്, ഇനി കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും നീ അത്യാവശ്യം നന്നായി പഠിക്കുന്നതാണല്ലോ, നന്നായി പഠിച്ചിട്ട് അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാമെന്നൊക്കെ പറയുമ്പോൾ അത്ര നന്നായിട്ടുള്ള മാർക്കൊന്നും എനിക്കില്ലെന്ന് ഇവളവിടെ പറയുന്നതും ഇവൾ ഭയങ്കര സൈലൻ്റായ ടൈപ്പായിരിക്കും കേട്ടോ. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ വായിന്ന് പതയൊക്കെ വന്ന് ഇവൻ അവിടെ വീഴുന്നതും ഇവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഇവൻ സോളിലേക്ക് മാറി ഇവനെ കണ്ടിട്ടേ ഇല്ല. നെക്സ്റ്റ് ഇയർ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ടൈമിൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ ക്ലാസ്സിലെ പിള്ളേർ ചേഞ്ച് ആകുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവൾ ക്ലാസ്സിലേക്ക് വരുന്ന ടൈമിൽ അവിടെ ബോയ്സ് ആണെങ്കിൽ ആഹാ മിജുവും ഈ ക്ലാസ്സിലാണോ, വായി നോക്കാൻ സുഖമായി, ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് വരാൻ ഒരു റീസൺ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നതും കാരണം പറഞ്ഞാൽ ഇവൾ അത്യാവശ്യം സുന്ദരിയൊക്കെയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന അവിടുത്തെ ഗേൾസിന് അത് അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അപ്പോൾ അവിടെയുള്ള മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ, അതായത് ചർച്ചിലൊക്കെ ഇവളുടെ കൂടെ പോകാറുള്ളതാണ്, ആളുടെ പേര് ദയോന എന്നാണ്. ആ ടോപ്പറിന് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് അറിഞ്ഞു ചർച്ചിൽ. നീ അവനോട് സംസാരിച്ചിരുന്നു, നിന്നോട് സംസാരിച്ചിട്ട് എങ്ങനെയാണോ അങ്ങനെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ഇവളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് വരുന്ന കിം എന്ന് പറയുന്നൊരു പയ്യനാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അനാവശ്യം പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇവൾക്കൊരു ഡ്രിങ്ക്സ് കൊടുത്ത ഒരു കോൺവെർസേഷൻ അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവൾക്ക് അച്ഛൻ മാത്രമായിരിക്കട്ടെ ഉണ്ടായിരിക്കുക. അച്ഛനാണെങ്കിൽ സ്കൂളിലെ പുതിയ ക്ലാസ് എങ്ങനെയുണ്ട്, പിള്ളേരൊക്കെ ഫ്രണ്ട്സ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ അച്ഛനോട് കാര്യങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അച്ഛനാണെങ്കിൽ ദയോന, ആ ചർച്ചിലുള്ള പെൺകുട്ടി നിന്റെ ക്ലാസ്സിലല്ലേ, നിങ്ങൾ ക്ലോസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത്രയ്ക്കും ക്ലോസ് അല്ല എന്ന് പറയുന്ന മകളോട് മോളെ ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്, പതുക്കെ എടുക്കത്തുള്ളൂ, ഇടയ്ക്ക് തല്ലുകൂടണം, ചീത്ത വിളിക്കണം, എന്നാലേ ആ ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആവുള്ളൂ, ഫ്രണ്ട്സിനെയൊക്കെ മേക്ക് ചെയ്യണം എന്ന് പറയുന്നതും ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആയിരിക്കും. അപ്പോൾ അച്ഛൻ ചെറിയൊരു തുക ഇവൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. ഈ ഒരു ദിവസം തന്നെയാണ് ഇവളുടെ അമ്മ മരിച്ചതും. എന്നാൽ രണ്ടൊരു ദിവസം ആയതുകൊണ്ട് അച്ഛൻ അമ്മയുടെ ഈ ഓർമ്മ ചടങ്ങുകളൊന്നും നടത്താറില്ല. എനിക്ക് വിഷമാവെന്ന് കരുതിയിട്ടാണെങ്കിൽ അത് വേണ്ട, അച്ഛൻ അതൊക്കെ നടത്തിക്കോളൂ എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, മരിക്കുന്ന ആളുകളല്ലല്ലോ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്ന അച്ഛനോട് അമ്മ ഇത് കേട്ടാൽ ശരിക്കും വിഷമിക്കുന്നു മോള് പറയുമ്പോൾ അവൾ ഒരിക്കലും വിഷമിക്കത്തില്ല എന്നാണ് കേട്ടോ അച്ഛൻ അവിടെ പറയുന്നത്. എൻ്റെ അമ്മ ഞാൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചതാണെന്ന് ഇവൾ അവിടെ പറയുന്നുണ്ട്. പിന്നീട് ക്ലാസ്സിലേക്ക് വരുന്ന ടൈമിൽ അവിടെ ഒറ്റ ബോയ്സ് പോലും ഉണ്ടായിരിക്കില്ല. ടീച്ചറാണെങ്കിലോ എല്ലാവർക്കും ഫുഡ് പോയ്സൺ വന്നിട്ടുണ്ട്, സോ ടീച്ചേഴ്സ് ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഗേൾസ് ആണെങ്കിൽ അല്ല ഈ ക്ലാസ്സിലെ ബോയ്സിന് മാത്രമല്ലേ ഇത് സംഭവിച്ചത്, അതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഇവളെ നോക്കുമ്പോൾ പാവം അവൾ ഇരുന്ന് അങ്ങ് ഉരുകി പോകുന്നുണ്ട്. പിന്നീട് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച സീൻ തന്നെയാണ് മഴ വരുമ്പോൾ ഇവളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതും അങ്ങോട്ട് വരുന്ന നേരത്തെ ഡ്രിങ്ക് കൊടുത്ത കിമ്മ് തന്നെയാണ് കുടയായിട്ട് വന്ന് ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത്. എൻ്റെ വീടും ആ ഡയറക്ഷനിൽ തന്നെയാണെന്ന് പറഞ്ഞ് ഇവൻ ഇവളെ ഡ്രോപ്പ് ചെയ്യുന്ന ടൈമിൽ അന്ന് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സിനൊക്കെ പോയ്സൺ അടിച്ചില്ലേ, ആ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും തന്നെ പറ്റി സംസാരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ എന്നെ പറ്റി എന്താ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ അല്ല തനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാം, പിന്നെ കാണാനും നല്ല സുന്ദരിയാണല്ലോ, അന്ന് ക്ലാസ്സിൽ വെച്ചിട്ടൊരു സെമിനാർ നടത്തിയില്ലേ അതിൽ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ ബോയ്സും വീണുപോയി എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവൻ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ പോകുന്നതെന്ന് ചോദിക്കുന്ന ഇവളോട് എൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടല്ല, സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, തന്നെ കൊണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, എനിക്കും തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോഴാണല്ലോ ഇവന് പിന്നീട് ആ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും മരിക്കുന്നതും. പിന്നീട് സ്കൂളിൽ ഇതിൻ്റെ ഒരു അനുശോചന പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഇവൾ ആലോചിക്കുന്നത് ഞാനൊരു പക്ഷേ അവനോടൊന്ന് സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവനിത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഈ ഒരു സീൻ ദോജിൻ കാണാൻ
കാണുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ദോജൻ എങ്ങനെയാണ് ഇവളെ കണ്ടിരുന്നതെന്നായിരുന്നു, ദോജന്റെ പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോറി പോയിരുന്നേന്നെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ ഇവളുടെ ഒരു പോയിന്റിലാണ് സ്റ്റോറി പോകുന്നത്. അന്ന് മുതൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഗിൽട്ട് ഫീലിംഗ് വന്നു. ഞാൻ അധികം ആളുകളോട് സംസാരിക്കാറില്ല, മാക്സിമം ഒഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവർ പിക്നിക്ക് പോകുന്ന ടൈമിലും ഇവളിങ്ങനെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഇവളുടെ ക്ലാസ്സിലെ തന്നെ ഒരു ബോയ് ആണെങ്കിൽ താൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾക്കൊരു ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതും ഇത് മുന്നേ മനസ്സിലാക്കുന്ന ഇവളാണെങ്കിലും എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കേണ്ട എന്ന് പറഞ്ഞ ആ ബോയിനെ അവോയ്ഡ് ചെയ്ത് അവിടെ നിന്നും പോകുന്നതും പിന്നീടാണ് ഈ ബോയുടെ കാല് ഫ്രാക്ചറായിട്ട് ഇവനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നത്. അങ്ങനെ സ്കൂളിൽ പതുക്കെയും ഉറക്കെയൊക്കെ ആയിട്ട് ഈ ഒരു ന്യൂസ് അങ്ങ് സ്പ്രെഡായി. അതായത് ഇവളെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ, ഇവളെ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടനെ തന്നെ മരിക്കുമെന്ന് പറഞ്ഞ് വരാന്തകളിലും ക്ലാസ് റൂമിലൊക്കെ ഈ ഒരു ഗോസിപ്പ് അങ്ങ് പടർന്നു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളൊക്കെ എന്നും സംഭവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ചാടുമ്പോൾ ഓടുമ്പോൾ കളിക്കുമ്പോൾ ഈ ബോയ്സിനൊക്കെ തന്നെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. പതിയെ പതിയെ പിള്ളേരൊക്കെ മൊത്തത്തിൽ തന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ആൺകുട്ടികളൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടേ നിൽക്കാറുള്ളൂ എന്ന് പറയുന്നതും, ക്ലാസ്സിലേക്ക് വരുന്ന ടൈമിൽ അവിടെയുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ ഇവള് ജനിച്ചപ്പോൾ തന്നെ ഇവളുടെ അമ്മ മരിച്ചതാ, അമ്മയെ കൊന്നിട്ടാ വന്നേ, ഞാൻ പറഞ്ഞില്ലേ ഇവള് ശരിക്കും ഒരു വിച്ചാണെന്ന് പറയുന്നതും ഇത് അങ്ങോട്ട് വരുന്ന ഇവള് കേൾക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് എല്ലാവരും സൈലന്റ് ആകുന്ന ടൈമിൽ ഒന്നും റിയാക്ട് ചെയ്യാതെ ഇവള് സൈലന്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നതും ആലോചിക്കുന്നതും അന്ന് തൊട്ടായിരിക്കണം ആദ്യമായിട്ട് ഒരാൾ ഈ വിച്ച് എന്നുള്ളൊരു പേര് എനിക്ക് ചാർത്തി തന്നത്. അതിനുശേഷം പിന്നീട് അത് സ്ഥിരമായി എന്ന് പറയുന്നതും നെക്സ്റ്റ് സീനിൽ അച്ഛനാണെങ്കിൽ മകൾക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്നതും, ഫ്രണ്ട്സ് ഒന്നും കുഴപ്പമില്ലല്ലോ മോളെ, സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയണം, ഫ്രണ്ട്സിനെ പറ്റിയിട്ടും ഇനി ബോയ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടും പറയാനും ഒരിക്കലും മടിക്കേണ്ട, അച്ഛൻ സാധാരണ അച്ഛന്മാരെ പോലെയല്ല നല്ല ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവളുടെ പ്രശ്നമൊന്നും അച്ഛനോട് പറയുന്നില്ല. ഇല്ല അച്ഛാ കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്നാണ് ഇവൾ അവിടെ പറയുന്നത്. അങ്ങനെ തേർഡ് ഇയറിലെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുന്ന ടൈമിൽ ഇവൾ മാക്സിമം പിള്ളേരിൽ നിന്നും അവോയ്ഡ് ചെയ്തിട്ട് മെയിൻ എൻട്രൻസിലൂടെ അല്ലാതെ അധികം ആരും പോകാത്തൊരു വഴിയുണ്ട്, അതിലൂടെ ഇവിടെ പോകുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്നൊരു പയ്യനാണെങ്കിൽ ഈ പയ്യനായിരിക്കും കറണ്ട് കമ്പി വീണിട്ട് ഷോക്ക് അടിച്ച് മരിക്കുന്നത് കേട്ടോ. താൻ എന്തിനാ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത പോലെ ആരെയും കാണാണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നത്, താൻ എന്തിനെങ്ങനെ ഹൈഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ അറിയാമോ എന്നാണ് ഇവളവിടെ ചോദിക്കുന്നത്. അന്ന് കിമ്മിന് ഇടിമിന്നലേറ്റ ദിവസം ഞാൻ കൊടയായിട്ട് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൊടയിൽ ഒരുമിച്ച് പോകുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി വിഷമമൊക്കെ തോന്നി. പിന്നീട് ഞാൻ ബസ്സിൽ പോകുന്ന ടൈമിൽ തൻ്റെ വഴിയിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതും കണ്ടു. അതിനുശേഷമായിരിക്കണം അവൻ ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതിനുശേഷം താൻ ആരോടൊന്നും സംസാരിക്കാറില്ല, സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്ന് വന്ന ഫുഡ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് കാണാറുണ്ട്. തനിക്ക് എന്താ പറ്റിയത്, ഈ പിള്ളേരൊക്കെ പറയുന്ന കാര്യം താൻ വിശ്വസിക്കുന്നുണ്ടോ, അവൻ മരിച്ചത് അവൻ്റെ വിധിയായിരിക്കും, അല്ലാതെ താൻ കാരണമൊന്നുമല്ല, എന്തിനെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഉൾവലിയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മാക്സിമം ഇവളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിലും ലാസ്റ്റ് ഇവളോട് വന്നിട്ട് സത്യം പറഞ്ഞ എനിക്കും തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. പിന്നീട് കറണ്ട് കമ്പി വീണിട്ട് ഇവൻ മരിക്കുന്നതും. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കുറച്ച് പിള്ളേർ കണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസും അവിടെ ഇങ്ങനെ അടക്കം പറച്ചിലായിട്ട് വരുന്നുണ്ട്. അടക്കം പറച്ചില് പിന്നീട് അവൾ കേൾക്കുന്ന തരത്തിലായി ഓരോരുത്തർ പറയുന്നത്. അറിയാതെ പോലും അവളുടെ അടുത്തേക്കൊന്നും പോകല്ലേ, മരിച്ചു പോകുക എന്നൊക്കെ പറയുന്നതും ഇവൾ ആകെ തകർന്നു പോകുന്നുണ്ട്. ഈ ഒരു സ്കൂളിൽ എനിക്ക് മാത്രമായിട്ടൊരു സ്ഥലമില്ല, ഈ സ്കൂള് ഞാൻ എന്തായാലും വിടാൻ പോവാണ്, ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോവാണ്, ഇവിടെ നിന്ന് മാത്രമല്ല മനുഷ്യരുടെ ഇടയിൽ നിന്നും മാറി നിൽക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് ഇവൾ സ്കൂൾ ക്വിറ്റ് ചെയ്യുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവൾ സ്കൂളിലേക്ക് പോകാതെ റൂമിൽ ഇങ്ങനെ ഡെസ്പായിട്ടിരിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവളൊന്നും പറയുന്നില്ല. അച്ഛനാണെങ്കിലും പിന്നീട് ആ ഫ്രണ്ടായിട്ടുള്ള ദായോനെ കാണുന്നതും അച്ഛനെ ആദ്യം ഇവൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛനാണെങ്കിലും എന്താ മോളെ കാര്യം, ആരെങ്കിലും അവളെ ബുള്ളി ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും ഒരാളല്ല സ്കൂൾ മൊത്തത്തിലാണ് അവളെ ബുള്ളി ചെയ്യുന്നതെന്ന് പറയുന്നതും പിന്നീട് കാര്യങ്ങളൊക്കെ അച്ഛൻ മനസ്സിലാക്കുന്നുണ്ട്. അച്ഛനാണെങ്കിലും വളരെ സങ്കടത്തിൽ സ്കൂൾ വിട്ട ദിവസം ഇവള് ബാഗ് പോലും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കില്ലേ, ഇവളുടെ ബാഗും അതുപോലെ ലോക്കറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു പോകുന്ന ടൈമിലാണ് ദോജിൻ ആ ഡെസ്കിൽ ഇവളെ പറ്റി മോശമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ, അത് കത്തി കൊണ്ട് ഇങ്ങനെ ചുരണ്ടി കളയുന്നത് കാണുന്നത്. എന്താ മോനെ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓ ഈ പിള്ളേർ ആവശ്യമില്ലാതൊക്കെ എഴുതി കൂട്ടിയിട്ട് ഞാൻ അതൊക്കെ മായ്ച്ച് കളയായിരുന്നു എന്ന് പറയുമ്പോൾ അല്ല മോനെ ഈ സ്കൂളിൽ ഒരു റൂമർ കേട്ടു, ഈ വിച്ച് എന്ന് പറയുന്നൊരു സംഭവം അതിലെ മോൻ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോഴേക്കും അങ്കളിന് എന്താ ഭ്രാന്തുണ്ടോ, ഞാനൊന്നും വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഞാനും കേട്ടു, അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, പക്ഷേ ആ പെൺകുട്ടി അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ അത് മോൻ എങ്ങനെ അറിയാം, അല്ല മോൻ മാത്രമേ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടുള്ളൂ, അത് തെളിയിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വഴിയൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാനൊരു വഴി കണ്ടുപിടിക്കും,
ഞാൻ എന്തായാലും അത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ മോന് അവൾ അങ്ങനെ എല്ലാം ഉറപ്പിച്ച് പറയാൻ കഴിയും, പക്ഷേ കാരണം എന്താണോ അതെന്തുകൊണ്ടാണ് പറയുന്നതെന്നൊന്നും അറിയത്തില്ലേ. എന്തായാലും മോനിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നി എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്നും പോകുമ്പോൾ അല്ല അങ്കിൾ ആരാന്ന് ചോദിക്കുമ്പോൾ എന്തായാലും മോൻ എത്രയും പെട്ടെന്നൊരു വഴി കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് അച്ഛനാണെന്നൊന്നും പറയാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കുറേ ദിവസത്തേക്ക് ഞാൻ വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാറില്ല. ഫുഡൊക്കെ അച്ഛൻ റൂമിലേക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. കുറേ കാലത്തേക്ക് ഞാൻ ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെങ്കിൽ അവർ എന്നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറക്കും എന്നാണ് ഞാൻ വിചാരിച്ചതെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത്. കാലങ്ങൾ കഴിയും തോറും ഈ ഒരു റൂമർ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നു. നാട്ടിലെ മുക്കും മൂലയിലും വരെ ഇത് സംസാരിച്ചു തുടങ്ങിയെന്ന് പറയുന്നതും ഇതുപോലൊരു കുട്ടിക്ക് എന്തോ പറ്റുന്ന ടൈമിൽ ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഇത് ഇവൾ കാരണം എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ഇവളുടെ അച്ഛനാണെങ്കിൽ ഇയാളെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. എൻ്റെ സുന്ദരിയായ എൻ്റെ കഴിവുള്ള മകളെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയെന്ന് പറഞ്ഞ് അച്ഛൻ ചൂടാകുന്നതും അങ്ങോട്ട് വരുന്ന ദോഞ്ചിൻ്റെ അമ്മയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു സാഡ് ഫീലിംഗ് ആണ് കേട്ടോ അവിടെ തോന്നുന്നത്. വിഷമിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന അച്ഛനാണെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ ഇവൻ്റെ അമ്മയാണെങ്കിലും അല്ല എന്താ സംഭവം, നിങ്ങൾ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യമൊന്നും അറിഞ്ഞില്ല. അല്ല നിങ്ങളുടെ മകനും അതേ സ്കൂളിൽ അതേ ബാച്ച് തന്നെയല്ലേ പഠിക്കുന്നത്, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ആ ഭാഗ്യം എന്ന് കരുതിയാൽ മതി എന്ന് പറയുന്നതും. പിന്നീട് അച്ഛനാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഇവള് ക്യാറ്റിന് ഫുഡ് കൊടുക്കുകയായിരിക്കും. കുറച്ച് ഫുഡ് വാങ്ങിക്കൊണ്ടുവരും അച്ഛന്ന് ചോദിക്കുമ്പോൾ എന്തിനെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ആദ്യം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും കുറേ ദിവസങ്ങൾക്ക് ശേഷം മകളൊരു കാര്യം പറഞ്ഞതല്ലേ. അച്ഛനാണെങ്കിൽ പിന്നീട് പോകുന്നത് ഇവൻ്റെ അമ്മയുടെ ഷോപ്പിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ക്യാറ്റിൻ്റെ ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സംഭവം ഇവിടെ ഇല്ല, പക്ഷേ എൻ്റെ കുറച്ച് കളക്ഷൻ ഇരിക്കുന്നുണ്ട്, എൻ്റെ മകൻ ഇങ്ങനെ വാങ്ങി വെച്ചതാണ്, സെയിലിനുള്ളതല്ല ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അച്ഛനാണെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് സെയിലിന് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ സഹതാപം തോന്നുന്നുണ്ടോ എന്ന് അച്ഛൻ അവിടെ ചോദിക്കുന്നതും അമ്മയ്ക്കാകെ എന്തോ പോലെ ആകുന്നുണ്ട്. അച്ഛനാണെങ്കിലും പൈസ അവിടെ വെച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും മകൾക്കിത് കൊടുക്കുന്ന ടൈമിൽ ഇവൾക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. മകളുടെ ചിരി കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്ന അച്ഛനാണെങ്കിൽ നിനക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നൂടെ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും അങ്ങനെ ഇവരുടെ ഹൈസ്കൂൾ കാലഘട്ടം അവിടെ കഴിയാണ്. എല്ലാവരും ഇവരുടെ ആ ഒരു ഗ്രാജുവേഷൻ പരിപാടിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ അമ്മയാണെങ്കിലും നല്ല സെറ്റപ്പായിട്ട് കോട്ടൊക്കെ ധരിച്ചിട്ടാണ് പോകുന്നത്. ഇവനാണെങ്കിലും കണ്ടാലേ ഒരു റിച്ച് ലുക്കൊക്കെ ഉണ്ട്. അല്ല ഈ കോട്ട് എവിടെ നിന്ന് സംഘടിപ്പിച്ചു, വാങ്ങിയതാണോ അതോ കടം വാങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താടാ ഭംഗിയില്ലേന്നൊക്കെ അമ്മ അവിടെ ചോദിക്കുന്നത്. പിള്ളേരാണെങ്കിൽ അവിടെ മൊത്തം ആ ഒരു സെറിമണിയൊക്കെ ആഘോഷിക്കുന്നുണ്ട്. പിന്നീട് ഇവനാണെങ്കിലും ഒരു ബൊക്കെ ഫ്ലവറായിട്ട് ഇവളുടെ വീടിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ ദേയോന ആ വീടിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതുപോലൊരു ബൊക്കയും ഇവരുടെ സ്കൂൾ മാഗസിനും പിടിച്ചിട്ടാണ് അവളവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇവളാണെങ്കിലും അതവിടെ ഉപേക്ഷിച്ച് പോകുന്നതും പിന്നാലെ മിജോങ്ങിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇവൻ വാണം വിട്ട പോലെ അവിടെ നിന്ന് ഓടുന്നുണ്ട്. ആരോ ഓടുന്നത് ഇവൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവൾ ഡയറി നോക്കുന്ന ടൈമിൽ അതിൽ ഇവളുടെ ഫോട്ടോസും ഉണ്ടായിരിക്കും. അങ്ങനെ അവരെല്ലാവരും ഗ്രാജുവേറ്റ് ആയി എന്ന് വിഷമത്തോടെ പറയുന്ന മിജോങ്ങിനെയാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് അച്ഛനാണെങ്കിലും മോളെ നീ നന്നായി പഠിക്കുന്നതാണ്, പഠിപ്പിങ്ങനെ നിർത്തരുത്, പഠിപ്പ് വീണ്ടും തുടരണം, കോളേജിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇവളൊന്നും തിരിച്ചു പറയുന്നില്ല. അച്ഛനാണെങ്കിലും നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്നും മാറി സോളിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും, നമ്മുടെ അമ്മയുടെ ഓർമ്മയൊക്കെ ഇവിടെ ഇല്ലേ എന്ന് പറയുന്ന മകളോട് അത് കൊള്ളാം, ഈ ഒരു ഉരുളൻകിഴങ്ങ് കൃഷി ചെയ്തിട്ട് ഇവിടെ തന്നെ ജീവിക്കണം എന്നാണോ നീ പറയുന്നത്, ഈ പാടവും കൃഷിയും ട്രാക്ടറും ഇതൊക്കെ തന്നെയല്ലേ കാണാനുള്ളൂ, അവിടെ പോയ വലിയ വലിയ ബിൽഡിങ് അതുപോലെ മെട്രോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതവും മാറണ്ടേന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇവൾക്കൊരു പ്രതീക്ഷ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ നന്നായി പഠിക്കണം, സ്കൂളിൽ പോയിട്ട് നല്ലൊരു സ്കൂളിൽ ചേരാനുള്ളതാ, പിന്നെ കോളേജിൽ പഠിക്കണം, അവിടുത്തെ ചിലവൊക്കെ അറിയാലോ ഭയങ്കര എക്സ്പെൻസീവ്, വീടിന് തന്നെ ഒരുപാട് പൈസ വേണം, പ്രശ്നമൊന്നുമില്ല, ഇപ്പം നമ്മൾ പുതിയ പൊട്ടാറ്റോ കൃഷി ചെയ്യുന്നുണ്ടല്ലോ അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കണം, അങ്ങനെ കുറേ പൈസ നമുക്ക് സമ്പാദിക്കണം എന്നൊക്കെ പറയുന്നതും ഇവള് ഈ അച്ഛൻ പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് സന്തോഷത്തോടു കൂടി പഠിപ്പ് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ അച്ഛൻ കൃഷിക്ക് പോകുമ്പോൾ ഞാനും അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വരാം, അതായത് അച്ഛൻ വേറെ ആളുകളെ ഒന്നും വെക്കുന്നുണ്ടായിരിക്കില്ല, അവർക്ക് കൂടി പൈസ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ്, അപ്പം ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞ് ഇവൾ അച്ഛനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതും ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരുപാട് സമയം ആ പാടത്ത് ചെലവഴിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു സംഭവം നടക്കുന്നത്, അതായത് അങ്ങോട്ടൊരു പാമ്പ് വരുന്നതും ഇവളെ അങ്ങ് കൊത്തുന്നുണ്ട്. ഇവളാണെങ്കിലും ബോധം കെട്ട് വീഴുന്ന ടൈമിൽ അച്ഛൻ നന്നായി പേടിക്കുന്നതും പിന്നീട് ബോധം വരുന്ന ടൈമിൽ ഇവൾ കാണുന്നത് അച്ഛൻ നിലത്ത് വീണ് കിടക്കുന്നതായിരിക്കും. അതായത് ഇവളുടെ കാലിൽ ഒരു കയറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും വിഷം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ്റെ വായിൽ ബ്ലഡ് കാണുന്ന ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് അച്ഛൻ വായ കൊണ്ട് ഈ ഒരു വിഷത്തെ അങ്ങ് എടുത്തതാണ് എന്ന്. അച്ഛനാണെങ്കിലോ ഈ പല്ലിന് ഒരു അസുഖമുണ്ട്, അതായത് പല്ലിൽ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മുന്നേ പറഞ്ഞിരുന്നു, അപ്പോൾ പൈസ കിട്ടിയിട്ട് വേണം അതും റെഡിയാക്കാനെന്ന്. ഈ പല്ലിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അസുഖം ബാധിക്കും, അതായത് തലച്ചോറിലേക്ക് അടിച്ച് മരിക്കാൻ വരെ സാധ്യതയുണ്ട്. ഇവളാണെങ്കിലും അച്ഛൻ മരിക്കരുത്, ഞാൻ ഒറ്റയ്ക്കായി
പോകും എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കരയുന്നതും അച്ഛനാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, മോൾ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകണം, ഇവിടെ ഇരിക്കേണ്ട എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന മകളോട് ഇതുകൂടി ഇനി നാട്ടുകാർ കാണുകയാണെങ്കിൽ ഇതും പറഞ്ഞുണ്ടാക്കുമല്ലോ. അപ്പം അച്ഛൻ പാവം ഈ ഒരു അവസ്ഥയിലും മകൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇവൾക്കുണ്ട് ഇവളുടെ അച്ഛനെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്നു. അവിടെ പണി ചെയ്യുന്നുണ്ടായിരുന്ന കുറച്ച് ലേഡീസും അങ്ങോട്ട് വരുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു പോയി. സ്വന്തം അച്ഛനെയും അമ്മയെയും കൊന്ന പെൺകുട്ടി എന്നൊരു പേരും എനിക്ക് ചാർത്തപ്പെട്ടു. ശരിക്കും ഞാനൊരു കംപ്ലീറ്റ് വിച്ചായി മാറിയെന്ന് പറയുന്നതും ഞാൻ അങ്ങനെ ഈ ടൗൺ വിട്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രാമം വിടുന്നതെന്ന് പറഞ്ഞ് ഇവള് ലഗേജസുമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യത്തെ 2 എപ്പിസോഡുകൾ കഴിയുമ്പോൾ ഈ നായകൻ്റെയും നായികയുടെയൊക്കെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇവരിപ്പോഴും പ്രസൻറ്റിൽ മീറ്റ് ചെയ്തിട്ടില്ല. തുടർന്നുള്ള എപ്പിസോഡുകളൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ.